ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എന്നിട്ടൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഇന്ന് ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ എന്താണെന്നല്ലേ ഇന്നത്തെ ഈവനിങ് വ്ളോഗിൻ്റെ വേറെ ഒന്നുമല്ല, വൈകിട്ട് കുട്ടികളെ വിളിച്ചുകൊണ്ട് വന്നതിനൊക്കെ ശേഷം ഞങ്ങളൊന്ന് കറങ്ങാൻ പോയി കേട്ടോ. വലിയ പ്ലാനൊന്നുമില്ല, എന്തിനാ പോകുന്നതെന്ന് പോലും അറിയത്തില്ല. ഏട്ടൻ പറഞ്ഞു ബാ നമുക്ക് ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടോട് ഇതാ ഇറങ്ങിയിട്ട് ആദ്യം പോയത് പറണ്ടോടാണേ. പറണ്ടോട് പോയത് ചുമ്മാ എന്തിനാണെന്നും എനിക്ക് പോലും അറിഞ്ഞൂടാ, എന്നെ വിളിച്ച് ഞാൻ പോയി കേട്ടോ. അപ്പം ഏട്ടനൊരു ഫോൺ വേണം, അപ്പം അതും ഒന്ന് നോക്കാമെന്ന് വെച്ചു, പക്ഷേ നടന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ പറണ്ടോടിന് പോവുകയാണ്. ഒരു ഫോൺ കട തപ്പി ഇറങ്ങിയതാണേ. ഇത് പറണ്ടോട് പോകുന്ന വഴി കേട്ടോ. നല്ല രസമാണ്. ഫുള്ള് മറ്റേ അൽപ്പീസ പോലുള്ള മരങ്ങൾ നട്ട് വെച്ചിരിക്കണം. നല്ല രസമുണ്ട്. അതൊരു പോകാനാണെങ്കിലും നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ. അങ്ങനെ കണ്ട് ഒരു മൊബൈൽ കടയിൽ കയറി. ബട്ട് ഒരു കാര്യം എന്താണ്, മൊബൈലൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ മൊബൈലൊന്നും വാങ്ങിച്ചില്ല. അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഇറങ്ങി. എന്നാൽ കുഞ്ഞുങ്ങൾക്ക് വെള്ളം കൊണ്ടും കുപ്പി അവർ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച കുപ്പി അവർ രണ്ടുപേരും പൊട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്രയൊക്കെ അല്ലേ പറ്റൂ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു സ്റ്റീലിൻ്റെ 2 ബോട്ടിൽ വാങ്ങാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വീടിൻ്റെ തൊളിക്കോടേക്കാണ് കേട്ടോ പോയത്. തൊളിക്കോട് പോയി, പക്ഷേ ആ തൊളിക്കോട് എങ്ങും ഇറങ്ങിയില്ല. ഞങ്ങൾ അതുവഴി പോയി തൊളിക്കോട് ഒന്ന് തിരിഞ്ഞ് വീണ്ടും ഞങ്ങൾ മലയാടിലേക്ക് വന്നു കേട്ടോ. ചുമ്മാ പോയി പെട്രോൾ തീർത്തെന്ന് പറയാലോ. ചുമ്മാ ഇരുന്നപ്പോൾ കറങ്ങാൻ പോയതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ തൊളിക്കോട് പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഞങ്ങൾ അവിടെ ഒരു കടയിൽ കയറി കേട്ടോ. ഞങ്ങൾ ചിലപ്പോഴൊക്കെ ഈ കടയിൽ തന്നെയാണ് കയറുന്നത് കൂടുതലും. അങ്ങനെ ചപ്പാത്തി വേണമായിരുന്നു. അങ്ങനെ ചപ്പാത്തി വാങ്ങി. അപ്പോൾ അമ്മ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് മുട്ട ബജ്ജി വാങ്ങണമെന്ന്. ഞങ്ങൾ കഴിച്ച് മുട്ട ബജ്ജി വാങ്ങുന്നതിനെക്കാട്ടിലും ഉണ്ടാക്കി കഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മുടെ ആവശ്യത്തിന് കഴിക്കുകയും ചെയ്യാം, നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പം ഞങ്ങൾ മുട്ട ബജ്ജിക്ക് ആവശ്യമായിട്ട് നമ്മൾ മുട്ടയും കടലമാവും ഒക്കെ വാങ്ങിയിട്ട് പിന്നെ വരുന്ന വഴിക്ക് ഒരു ഫാൻസി കടയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ബാത്റൂമിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അങ്ങനെ വീട്ടിൽ വന്ന് ഞങ്ങൾ ഏതാണ്ട് മുട്ട ബജ്ജിയൊക്കെ ഉണ്ടാക്കി. അതുപോലെ തന്നെ മലക്കറി ഉച്ചയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കായെടുത്ത് കാ ബജ്ജി ഉണ്ടാക്കി കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കന്നു വരെ. ബൈ ബൈ, സീ യു.